പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് കുത്തിത്തിരിപ്പ് ജലജയാണ്. ജലജ പറയുവാണ് അവളുടെ അനിയത്തിയെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ്. എന്നിട്ട് അതേപ്പറ്റി സംസാരിക്കുമ്പം അവൾ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യുമെന്ന് ദേവയാനിയോട് പറയുവാണ്. ഇത്തിരി ദേഷ്യഭാവത്തിൽ ജാനകി അടുത്ത് നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ്. നന്ദു വീട്ടിലോട്ട് വരുമ്പം കനക പറയുവാണ്, മോളെ എങ്ങനെയെങ്കിലും ആ CEO ആയിട്ടുള്ള വിവാഹം നടക്കുമായിരുന്നെങ്കിൽ, മോളുടെ വിവാഹം നടക്കുമായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടായേനെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയാണ്. രണ്ടുപേരും നല്ല ടെൻഷനിലാണ്. ആദർശ് പറയുവാണ്, അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവൻ്റെ ജീവിതം നന്ദു ഇല്ലാതെ പൂർണ്ണമാകില്ല എന്നൊരു മനോഭാവത്തിലാണ് അവൻ നടക്കുന്നത്. അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് പേടിയാകുന്നുണ്ട്, ചില ടെൻഷനുണ്ട് എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നീട് നയന ഗോവിന്ദനെ വിളിക്കുന്നതാണ്. ഗോവിന്ദൻ പറയുവാണ്, ഇന്ന് അനി ഇവിടെ വന്നായിരുന്നു എന്ന് ഒരിക്കലും കാണാത്ത രീതിയിൽ ഭയങ്കര ധൈര്യത്തോടെയാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചത്. നന്ദുവിനെ അവന് വിവാഹം കഴിച്ച് കൊടുക്കണമെന്ന് തന്നെ, നന്ദുവിനെ വേണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അത് കേൾക്കുന്ന നയനയ്ക്കും ആകെ ടെൻഷനാകുന്നുണ്ട്. ഇനിയിപ്പം വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി എങ്ങോട്ടെങ്കിലും പോയോ എന്നും അറിയില്ല.